പണിയാൻ നേരത്ത് നമ്മൾ എപ്പോഴും പല ആശയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. വീട്ടുടമസ്ഥന്മാരുണ്ട്, അതുപോലെ കോൺട്രാക്ടിങ് ചെയ്യുന്നവരുണ്ട്, ഡിസൈനേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പ്രത്യേക പാറ്റേണിലുള്ള ഒരു വീടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മോഡേൺ ട്രോപ്പിക്കൽ സ്റ്റൈൽ പാറ്റേണുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എറണാകുളത്തെ പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വീടാണ്. നമുക്ക് എന്തെല്ലാം പ്രത്യേകത എന്ന് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. ഇതിന്റെ ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഗേറ്റ് തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. ഏകദേശം 4 feet ഹൈറ്റിലുള്ള ഗേറ്റ് ആണ്. ഈ ഗേറ്റിന്റെ ഗ്രിൽ സിമ്പിൾ പാറ്റേൺ ആണ്. അതിന്റെ കളർ കോമ്പിനേഷൻ്റെ പ്രത്യേകത ഗ്രേയുമല്ല ഗ്രീയുമല്ലാത്തൊരു ടോൺ. അത് കസ്റ്റം ചെയ്തെടുത്ത ഒരു കളർ ടോൺ ആണ്. വളരെ പ്രത്യേകത, നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഒരു വീടിന്റെ എലിവേഷന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെ വന്നേക്കുന്നത്. നമുക്ക് ഡോറ് തുറന്ന് ഗേറ്റ് തുറന്ന് തന്നെ അകത്തേക്ക് എന്തെല്ലാം നോക്കാം. ആന്തൂർ സ്റ്റോൺ ആണ് ഈ സിറ്റൗട്ടിന്റെ ഫ്രണ്ടിൽ ലേ ചെയ്തിരിക്കുന്നത്. നല്ല ഫാബ്രിക്കേറ്റ് ചെയ്ത് പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ട് കവറിങ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡിസൈനും വീടിന്റെ എലിവേഷന് ചേരുന്ന രീതിയിലാണ്. ഇപ്പൊ ഇതിന്റെ പില്ലേഴ്സിന് ഇവർ കൊടുത്തേക്കുന്ന സിമെന്റ് ടെക്സ്റ്റേഴ്സ് ആണ്. ഗ്രേയും അതിന്റെ ഗ്രേയിൽ തന്നെ 2 ടോണിലുള്ള സിമെന്റ് ടെക്സ്റ്റർ ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഈ വീടിന്റെ എലിവേഷൻ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിൽ നല്ല ഒരു ഗ്രീനറി ഫീല് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഒരു ട്രോപ്പിക്കൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ കാരണം ഒരു ഗ്രീനറിയുടെ ഫീലിംഗ് കൊടുക്കുന്നുണ്ട്. ഇരിക്കാനുള്ള സീറ്റ് അത് ഗ്രാനൈറ്റിൽ യൂസ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ സൈഡിൽ പോയേക്കുന്ന സെയിം പോലെ തന്നെയാണ് പില്ലറും സിമെന്റ് ടെക്സ്റ്ററായിട്ടുള്ള. അത് നല്ല ഭംഗിയുണ്ട്. അത് വളരെ സിമ്പിളാണ്, പക്ഷെ നല്ലൊരു എലഗന്റ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്കുള്ള കാണാൻ നേരത്ത് ഇതും നല്ല സെയിം പാറ്റേൺ കോമ്പിനേഷൻ, വേറെ ഒരു കളർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഡാർക്ക് ഗ്രേയും ഗ്രേയിൻ്റെ ലൈറ്റ് ഷെയ്ഡും ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള സിമെന്റ് കോമ്പിനേഷൻ. ഫ്രണ്ടിൽ കാണുന്ന ഡോർ മെറ്റൽ ഡോറാണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുത്തേക്കുന്നത്. ഈ ഗ്രേ ടോൺ തന്നെ കിട്ടത്തക്ക രീതിയിൽ ഗ്രേ ഡാർക്ക് ഗ്രേൻ്റെ ഫ്രെയിം ഡോർ ഫ്രെയിംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല കോമ്പിനേഷൻ. അതിൻ്റെ വുഡൻ ടെക്സ്ചർ വന്നേക്കണം മെറ്റൽ ഡോറിൻ്റെ. ഇതും ഒരു വുഡനിൽ തന്നെ ഇതിനോട് കോമ്പിനേഷൻ ചേരുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. ഇത് മെറ്റൽ ഡോറിന്റെ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ തന്നെ മെറ്റൽ ഡോർ യൂസ് ചെയ്തേക്കുന്നത്. കാർ പോർച്ചിന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അതിന്റെ സീലിംഗ് വുഡൻ ടെക്സ്റ്റേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും വുഡൻ പാനൽസ് ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് അവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. വീടിന്റെ സൈഡ് പോർഷനിൽ നല്ല ട്രോപ്പിക്കൽ ഫീല് കിട്ടാനായിട്ട് ഹെലിക്കോണിയ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ പെബിൾസും സ്റ്റോൺസും ലേ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. നേരെ കാണുന്ന ഈ പോർഷൻ കാർ പോർച്ചിന്റെ ഒരു സൈഡ് സ്റ്റെയർ കേസിനോട് ചേർന്ന് വരുന്ന പോർഷനാണ്. ഇവിടെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് അലൂമിനിയം ഡെക്കറേറ്റീവ് ട്യൂബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സേഫ്റ്റിക്കും കൂടിയാണ്, ഭംഗിയും കൂടി കാണുന്നുണ്ട്. നമുക്ക് ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ലിവിങ്ങും ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും അടങ്ങിയ ഈ ഹാളിന്റെ വീതി വെറും 3.5 മീറ്റർ മാത്രമേ ഉള്ളൂ. കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ്. അത് വളരെ മനോഹരമായിട്ട് നല്ല ട്രോപ്പിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ടോണും ഒരു വൈറ്റും കൂടി കോമ്പിനേഷനുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്, നല്ല കോമ്പിനേഷൻ. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് പ്ലൈവുഡും അതുപോലെ മെറ്റൽ ഫ്രെയിമും കൂടി ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. ഈ പാർട്ടീഷൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു TV യൂണിറ്റും കൂടിയാണ്. ഇത് ഈ ഇന്റീരിയർ മാച്ചിങ് ഉള്ള രീതിയിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്തു. ഇതിലേക്ക് വരാൻ നേരത്ത് ഇതിൻ്റെ ഡൈനിങ് സ്പേസ് ഓപ്പൺ ഏരിയയിലാണ് വന്നേക്കുന്നത്. ഈ ഡൈനിങ് ടേബിളിൻ്റെ എൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ഏരിയയിൽ എന്തെല്ലാം ഐറ്റംസുകളുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സൈഡാണെങ്കിൽ നല്ലൊരു പാഷ്യോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാട്ടർ ഫിച്ചറാണ് ഈ പാഷ്യോയിൽ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഈ ഡൈനിങ് സ്പേസിലിരിക്കുന്ന ഒരു പ്രത്യേക ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നേരിയ ഇത് വീടിൻ്റെ സൈഡ് പോർഷനിലേക്ക് കാണുന്നത് ഇവിടെ നല്ല സ്റ്റോൺസ്, നാച്ചുറൽ സ്റ്റോൺസും അതുപോലെ പെബിൾസും ഇട്ടിട്ടുണ്ട്. പാഷ്യോൻ്റെ നേരെ കാണുന്നത് ഒരു പ്രെയർ ഏരിയയാണ്, നിസ്കരിക്കാവുന്ന ഏരിയയാണ്.
അതിൻ്റെ ഈ വാൾസിലൊക്കെ നമ്മൾ കൊടുത്തേക്കുന്നത് സിമെന്റ് ടെക്സ്ചർ വർക്കാണ്. അത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയ കട്ടിങ് കൊടുത്ത് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കൂടി ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൽ തന്നെ താഴെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഒരു വുഡൻ ഫിനിഷിങ്ങിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കൊടുത്തപ്പോൾ ഒരു ഗാർഡനിലിരിക്കുന്ന ഫീലിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വെള്ളത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ട് ഈ പാഷ്യോയിൽ ഇരിക്കാനായിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇതിൻ്റെ പാഷ്യോയിൽ തന്നെ ഒരു സൈഡിലാണെങ്കിൽ ഒരു നല്ലൊരു വാഷ് ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലും സൈഡിലൊക്കെ ഹെലിക്കോണെ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തൊരു ട്രോപ്പിക്കൽ ഫീലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഡൈനിങ് ടേബിൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ 6 സീറ്റർ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലുതാക്കി കഴിഞ്ഞാൽ ഇതിന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ ഇതിപ്പോൾ 8 സീറ്ററായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ 2 സൈഡും കൂടി ഇടുന്ന രീതി കുറച്ചും കൂടി നീളം കൂട്ടിയെടുക്കുന്ന രീതിയിലാണ് ഈ ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ചെറിയ സ്പേസിലും കൂടുതൽ സൗകര്യമുള്ള രീതിയിലാണ് ഇത്തരം പ്ലാനുകൾ ഇത് ചെയ്തേക്കുന്നത്. ഇനി കിച്ചണിലേക്ക് പോയാൽ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നേക്കണം. നല്ലൊരു പാൻട്രി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റൂളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ യൂസ് ചെയ്തേക്കണം 710 ഗർജൻ പ്ലൈവുഡും അതുപോലെ ലാമിനേഷനും ഉപയോഗിച്ചിട്ടുണ്ട്. ലാമിനേഷൻ ആണെങ്കിൽ ഒരു അക്വ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അതും ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഒരു ലാമിനേഷനും യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഒരു പ്രത്യേക ഫീലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടി ഓപ്പൺ കിച്ചൻ്റെ ഈ പാൻട്രി കൗണ്ടറിൻ്റെ മുകളിൽ ഒരു ഡബിൾ ലെയറിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഭംഗിക്കും കൂടിയാണ്. എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ, അത് ക്യൂരിയസ് ആയിട്ടുള്ള ഐറ്റംസും പ്ലാന്റ്സും വെക്കാവുന്ന രീതിയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പോർഷനിൽ ഇത് നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് ഷട്ടേഴ്സ്, ഫ്രിഡ്ജിനുള്ള പോർഷൻ പോലും അകത്തേക്ക് തള്ളി നിൽക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബാക്കിലുള്ള റൂമിൻ്റെ ഒരു ഭാഗത്തിൻ്റെ കട്ടിങ്ങുള്ള രീതിയിൽ. പിന്നെ ഈ നേരത്തെ കാണിച്ച ഈ ഡോറിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഡോറിനുള്ള എല്ലാം 7 ഫീറ്റാണ്. ഇത് 8 ഫീറ്റ് ആയിട്ടുള്ളത്. അത് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന സ്പേസാണ്. അവിടെയും ഈ ഹൈറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെയിം ഫ്രണ്ട് ഡോറിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഈ എക്സ്റ്റേണലിലേക്ക് പോണ ഡോറിനും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബെഡ്റൂം, അത് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ ഗ്രേ സിമെൻറ്റ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ വുഡൻ വർക്കും കാണിച്ചിട്ടുണ്ട്. ഒരു സ്ട്രൈപ്പ് പോലെ ഒരു ഗ്രേ ടോൺ തന്നെയാണ് ബെഡ് സ്പ്രെഡിനും കൊടുത്തേക്കുന്നത്. അതെല്ലാം കൂടെ കൂടി വന്നപ്പോൾ നല്ലൊരു പ്രത്യേക ഫീലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോർണർ ആണെങ്കിൽ ഡ്രസ്സിങ് ഏരിയ, നല്ലൊരു വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാ റൂമിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് എല്ലാ കളേഴ്സും ഒരു മാച്ചിങ് ആയിട്ടാണ് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നിൽക്കുന്ന ബെഡ്റൂം, അതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ ഏരിയ. സ്റ്റെയർ കേസിന് താഴത്തേക്ക് ഒരു വാഷ് ഏരിയയും കൂടി, എക്സ്ട്രാ വാഷ് ഏരിയയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ സ്പേസ് ആണെങ്കിൽ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യണ രീതിയിലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. താഴത്തേക്ക് ഒരു 4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ അവിടെയും ഡിപ്പ് ചെയ്തിട്ട് ഒരു പ്ലാന്റ്സ് അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെയർ കേസ് മെറ്റൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വുഡ് കവർ ചെയ്തിട്ടുള്ള നല്ല സ്ലീക്കായിട്ടുള്ളൊരു മോഡൽ. ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസിന് ഇതിൻ്റെ സൈഡ് 2 ലെമൺ റോഡാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒരു പ്രൊട്ടക്ഷനുമാണ്, ഒരു സ്ലിം പാറ്റേൺ, നല്ല ഭംഗിയുണ്ട്, നല്ല സ്ട്രെങ്ത്തും ഉണ്ട്, അതിൻ്റെ ഒരു ഫിനിഷിങ്ങും ഉണ്ട്. ഇത് വുഡ് കവർ ചെയ്തേക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ആണ്. താഴത്തെ ലിവിങ് ഡൈനിങ്ങിൻ്റെ സ്പേസ് ഉണ്ട്, അത് അങ്ങനെ തന്നെ മുകളിലേക്ക് കിട്ടുന്നുണ്ട്. നല്ല വിശാലമായ വലിയൊരു ഫാമിലി ഗ്യാതറിങ് വരാൻ നേരത്ത് നല്ല സൗകര്യത്തോടെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി ലിവിങ് സ്പേസാണ്. ഇതിനോട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു ബാൽക്കണിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ കവേർഡാണ്. ഒരു ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ കവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഡെക്കറേറ്റീവ് ട്യൂബ്സാണ്, വുഡൻ ഷെയ്ഡിലുള്ള. അത് കാരണം പ്രൊട്ടക്ഷനുമാണ്, കാണാനും ഭംഗിയാണ്. അപ്പോൾ ഈ സ്പേസും യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ഒരു ഫാമിലി ഗ്യാതറിങ്ങിൽ ഇരിക്കാം. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ റൂമിൻ്റെ വലിപ്പം ഫീൽ ചെയ്യാനായിട്ട് ഇവിടെ വലിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ഫീറ്റ് വീതിയുള്ള 8 ഫീറ്റ് ഹൈറ്റുള്ള ആ മിററിനൊരു പ്രത്യേകത, റൂമിന് കൂടുതൽ വലിപ്പം ഫീൽ ചെയ്യിക്കുന്നുണ്ട്. റൂമിന് നല്ലൊരു കോമ്പിനേഷൻ, ഒരുപാട് ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു മിറർ ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ റൂമിന് വേണ്ടി.
നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഗ്രേഡ് ഒരു ടോൺ ഉണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ ടച്ചുള്ള ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ബെഡ് സ്പ്രെഡിനും അതുപോലെ പില്ലോസിലെല്ലാം. ഇതിൻ്റെ ബാക്കിൽ ജൂട്ടിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പണ്ട് കാലങ്ങളിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആ ഒരു കളർ കോമ്പിനേഷനിൽ. നല്ലൊരു സ്ലീക്ക് എലഗൻറ്റ് രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ അറേഞ്ച് ചെയ്തിട്ട് നോക്കി. ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. ഇത് ഒരു ക്ലോസ്ഡ് ബാൽക്കണിയാണ്, പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലാണ്. അപ്പോൾ റൂമിന് ഈ റൂമിൽ നിന്നും ഇറങ്ങാം, അതുപോലെ ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇറങ്ങാവുന്ന രീതിയിലാണ് നല്ലൊരു അറേഞ്ച്മെൻറ്റ്സാണ് ഇങ്ങനെ ചെയ്തത്. വാർഡ്രോബും ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ നമ്മുടെ റൂമിനോട് ചേർന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലാമിനേഷനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ മറ്റൊരു ബെഡ്റൂം ഉണ്ട്. യെസ്, ഇതും ഈ ഒരു നേരത്തെ കാണിച്ച റൂമിൻ്റെ അതേ കളർ കോമ്പിനേഷനിലാണ്. ഒരു ലൈറ്റ് ഗ്രീനും അതുപോലെ ജൂട്ടിൻ്റെ ടെക്സ്ചറും ഫിനിഷിംഗ് ആയിട്ടുള്ള വരുന്നൊക്കെയാണ്. അപ്പോൾ ഇത് വലിയൊരു ലെങ്തി ആയിട്ടുള്ളൊരു വിൻഡോ ആണ്. അതിന് സീബ്ര ബ്ലൈൻഡ്സ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനിലാണ് ഇവരെ ചെയ്തേക്കുന്നത് ഈ ഇൻറ്റീരിയർ. ഇപ്പോൾ സീലിംഗ് സാധാരണ സീലിംഗ് വൈറ്റാണ് കൊടുക്കുന്നത്, അതിന് ഇവിടെ ഒരു ഗ്രേ ടോണാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഗ്രേൻ്റെ ടോണും കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈഡ് വോളെല്ലാം വൈറ്റ് കോമ്പിനേഷനിലാണ്, അതായത് ഗ്രേയും വൈറ്റും കോമ്പിനേഷനിൽ വന്നേക്കുന്നുണ്ട്. അപ്പോൾ സീലിങ്ങിൻ്റെ ആ ഡാർക്ക് റൂമിനെ അത് എഫക്റ്റ് ചെയ്യണില്ല, അത് കൂടുതൽ ഭംഗിയാണ് കൂട്ടിയേക്കുന്നത്. ഇതിൻ്റെ സൈഡിലുള്ള ബാൽക്കണി, ചെറിയൊരു ബാൽക്കണി, അതിനും അലൂമിനിയം സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ്സുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഡോറ് അവിടെ ഇറങ്ങാൻ നേരത്ത് നല്ലൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ടൈം, രാത്രിയാണ് ഈ വീടിൻ്റെ ഭംഗി കൂടുന്നത്. അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അതേപോലെ തന്നെയാണ്. അത്ര മനോഹരമായിട്ട് അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ തന്നെ കൊടുത്തേക്കണം. ഓരോ കട്ടിങ്ങിലും ഓരോ ലൈറ്റ് കൊടുത്ത് അതിനെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. പകൽ കാണുന്ന ഫീച്ചറല്ല രാത്രി കാണുന്നത്, മറ്റൊരു വേറെ ഫീച്ചറിലാണ്. ഇതിൻ്റെ സൈഡിലെല്ലാം ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഫ്രെയിമിൽ തന്നെ ചുറ്റിനും ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, കൺസീലായിട്ടുള്ള അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗൃഹനാഥൻ മേഡയിൽ സലീമും 2 മക്കളും ഭാര്യയും കൂടിയാണ് ഈ വീടിൻ്റെ എല്ലാ ഡിസൈൻസും ക്രിയേറ്റ് ചെയ്തത്. അവരുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളും വീട് പണിയണതിന് ഓരോ ഘട്ടങ്ങളിലും ഇരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനങ്ങളാണ്. അത് കാരണം വളരെ മനോഹരമായിട്ടുണ്ട്. വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, ഒന്നും വേസ്റ്റ് പോകാത്ത രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റി. അതിന് സഹായിച്ചതും ഈ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സാണ്. സലീം, യെസ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ ഈ വീട് കണ്ടതിൽ ചെറിയ പ്ലോട്ടിൽ ഒത്തിരി അറേഞ്ച്മെന്റ്സ് കൂടുതൽ സൗകര്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ വീടിന്റെ വിശേഷങ്ങൾ? എങ്ങനെയാണ് ഈ വീട് പണിയാനുള്ള സാഹചര്യം ഒരുക്കിയത്? അത് ആദ്യമായിട്ട് കൊച്ചിയിലൊരു വീട് എന്നുള്ളൊരു സങ്കല്പം വന്നപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയത് വില്ലകളാണ്. ഒരു വില്ല മേടിക്കാം എന്നുള്ള ആഗ്രഹമാണ്. ഞങ്ങൾ ശരിക്കും നാട് 2-3 ജില്ലയ്ക്ക് അപ്പുറമായതുകൊണ്ടും കൊച്ചിയെക്കുറിച്ചുള്ള ഈ വീടിനെ കുറിച്ചുള്ള സങ്കല്പം വരുമ്പോൾ നമുക്ക് ആദ്യമായി കണ്ടിട്ടുള്ളത് ആകർഷണീയമായ വില്ലകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ. അപ്പം അതിലേക്ക് ആദ്യമായിട്ടൊന്ന് തിരിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് കുറച്ചൊക്കെ കണ്ടു, കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് നമുക്ക് ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർ കുറച്ച് പേര് നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, സമയമുണ്ടെങ്കിൽ ഒരു പ്ലോട്ട് മേടിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു വീട് വെക്കുക, നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ വെക്കുക, അതായിരിക്കും നല്ലത് എന്ന് തോന്നി. അപ്പം നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ആരെ ഏൽപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു. നമുക്ക് ഈ കൊച്ചിയിൽ നമുക്ക് അധികം അങ്ങനെയുള്ള പരിചയമൊന്നുമില്ല, കൺസ്ട്രക്ഷൻ മേഖലയിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൊരു ആഡ് കാണുന്നത്. ആഡല്ല, ഒരാളുടെ ഒരു അനുഭവം തന്നെയാണ്. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ശില്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു വർക്ക് അവർ ചെയ്ത് കഴിഞ്ഞ ഒരു വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ കണ്ടായിരുന്നു. അതിൽ അവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടു, മീറ്റ് ചെയ്തു. നമ്മുടെ മനസ്സിലുള്ളൊരു കുറച്ച് ആഗ്രഹങ്ങളും നമ്മുടെ ഡിസൈനുകളും കുറച്ച് സംവിധാനങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അവർ തന്നെയാണ് നമ്മുടെ മിസ്റ്റർ ഫൈസിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏകദേശം നമുക്ക്
നമ്മുടെ മനസ്സിലുള്ള ഐഡിയകൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവരുടെ ഐഡിയകൾ കൂടി ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. വ്യക്തമായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ സബലീകരിച്ചെടുത്തു. വളരെ മനോഹരമായിട്ട്. ഇപ്പൊ എന്താണ് ഫൈസൽ ഈ പൂർത്തീകരിച്ചപ്പോ ഫൈസിന്റെ ഈ കമ്പനിയുടെ നിങ്ങളുടെ റിവ്യൂ എന്താണ്? അനുഭവം നമ്മുടെ മനസ്സിൽ എന്തായിരുന്നോ അത് കൃത്യമായിട്ട് അത് ആദ്യമേ ഒരു 3D ആക്കി ഡിസൈൻ ചെയ്ത് അതൊരു 3D ആക്കി നമുക്ക് തന്നു. അപ്പോൾ ആ 3Dയിൽ എന്താണോ കാണുന്നത് അത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് 1% പോലും എങ്ങും കുറയാതെയും കൂടാതെയും വളരെ ഭംഗിയായിട്ട് കൃത്യമായി അതുപോലെ ചെയ്തു തന്നു എന്നുള്ളതാണ്. ശരിക്കും ഈ 3D റിലേറ്റീവ്സ് ഞങ്ങൾ അധികം ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു ഫ്രണ്ട്സുമായിട്ടൊന്നും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ആണ് ഞങ്ങൾ കുറച്ച് പേർക്കൊക്കെ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ അവർ ഈ പ്രസൻസിൽ ഹൗസ് വാമിങ്ങിന് വന്ന് അവർ നോക്കുമ്പോൾ അവരാ കണ്ട 3Dയിൽ കണ്ട അതേ സംവിധാനങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. നല്ലൊരു അപ്രിസിയേഷനാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്. അതെ, താങ്ക് യു. എനിക്ക് ഈ വീട് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. താങ്ക് യു. നമ്മളിപ്പോൾ ഈ കണ്ട ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തത് യെസ്ഡ ഇൻറ്റീരിയേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. നമുക്ക് അതിൻ്റെ സാരഥി ഫൈസ്. എന്താണ് ഇവരുടെ ചെയ്തു വെച്ചിരിക്കുന്നത്? ബേസിക്കലി ഇതൊരു പ്രത്യേകതരം ഒരു കോൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തതാണ് ആക്ച്വലി. ഇത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളുടെ ഒരു ഡിസൈനറാണ്, ശില്പ എന്നാണ് പേര്. 7 റെൽംസ് ഡിസൈൻ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ കൊളീഗാണ്. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമുക്ക് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തായിരുന്നു എന്നുള്ളത് ആക്ച്വലി കസ്റ്റമറിന് തന്നെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാക്കാൻ പറ്റി. അപ്പോൾ ഈ 4 സെൻറ്റ് സ്ഥലത്ത് അവരുടെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശില്പനോട് ഇൻഫോം ചെയ്തതനുസരിച്ചിട്ട് നമുക്ക് ഈ പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ മിസ്റ്റർ സലിം വീട്ടുടമസ്ഥ അദ്ദേഹത്തിന് ഒരുപാട് വിഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും. അപ്പോൾ അത് ഒരുപാട് ഫൈസിനെ സപ്പോർട്ട് ചെയ്തല്ലേ? ഓഫ് കോഴ്സ് അവരുടെ ആക്ച്വൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു കോൺട്രാക്ടറിനാണെങ്കിലും അവർക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ പോരായ്മയുണ്ടെങ്കിൽ അവരെ നമ്മളത് അനലൈസ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആ ഒരു വില്ലിങ്നെസ്സും ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് 3D പോലെ തന്നെ വന്നം എന്നുള്ള ഒരു മെന്റാലിറ്റി അവർക്കും ഉണ്ടായത് കാരണം എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വന്നു. ശരിക്കും ഇവർ ശരിക്കും ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫലമാണ് ഈ റിസൾട്ട് വന്നേക്കണം. ഈ വീടിൻ്റെ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സൗകര്യപ്രദമായിട്ട് ഇത്രയും ലിമിറ്റഡ് സ്പേസിൽ. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 4 സെന്റിലാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് അല്ലേ? അതെ, 4 സെന്റ് ചില്ലറുണ്ട്. ഇപ്പൊ ഈ വീടിന് എത്ര ഏരിയ ഉണ്ട് സ്ക്വയർ ഫീറ്റ്? ഓവറോൾ നമുക്ക് 2003 ആക്ച്വൽ മെഷർമെന്റ് അനുസരിച്ചാണ് 2000 സ്ക്വയർ ഫീറ്റ് എന്തായാലും. ഇപ്പൊ ഈ വീടിന്റെ നല്ലൊരു എലിവേഷനും നല്ലൊരു പ്ലാനിങ്ങും എക്സിക്യൂഷനും ഇന്റീരിയർ എല്ലാം മനോഹരമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും ഈ വീടിന് ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് ആയിട്ടുണ്ടാവുന്നത്. അപ്പൊ ഇതിന് ഈ കൺസ്ട്രക്ഷനും ഇന്റീരിയർ ഉൾപ്പെടെയായിട്ട് ഏകദേശം ഒരു വീട് പണിയുന്ന നേരത്ത് കൃത്യതയോടെ നമുക്കത് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവും? ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 65 to 68 അങ്ങനെ 65 to 68 ലാക്സിൽ. ഇതിന്റെ പുറകിലെ പൈസക്ക് പുറകിലെ ഒരു എഫേർട്ടാണ്. അതാണ് ഇതിന്റെ ഒരു വിലമതിക്കാത്ത മൂല്യം എന്ന് പറയുന്നത്. എവിടെയാണ് നിങ്ങളുടെ കമ്പനി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? നമ്മൾ ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് കേരളത്തെ എല്ലായിടത്തും വർക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. അതെ, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പോലെ നമ്മളത് അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ തീർച്ചയായിട്ടും വേണ്ടത് ഒരു വീട് പണിയാൻ നേരത്ത് ഈ ഏറ്റവും കുറവായിട്ടുള്ളൊരു കൊട്ടേഷൻ എടുത്ത് തന്നെ കോൺട്രാക്ടർ അല്ല, അത് വീട്ടുകാരുടെ മനസ്സറിഞ്ഞ് ചെയ്യാവുന്ന നല്ലൊരു കോൺട്രാക്റ്റിംഗ് അതിൽ കൺസ്ട്രക്ഷൻ ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഏൽപ്പിക്കേണ്ടത്. അതിന് പറ്റിയ ഒരു കമ്പനിയാണ്
അത് കസ്റ്റമറിനും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവരോട് ചേർന്ന് സാധാരണ വീട് പണിത് ചെയ്യാൻ നേരത്തെ കസ്റ്റമറും കോണ്ടാക്റ്റും തമ്മിൽ ചിലയിടത്ത് ഇഷ്യൂസ് വരാറുണ്ട്. ഇത് വളരെ പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ക്ലയൻറ്റുമാണ്. യെസ്, താങ്ക് യു. സന്തോഷം. നല്ല രീതിയിൽ ഒരുപാട് പ്രത്യേകതയുള്ള മോഡേൺ ട്രോപ്പിക്കൽ സ്റ്റൈലിലുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.